കർത്താവ് സഹായിക്കട്ടെ. ദൈവവചനത്തിനകത്ത് ശക്തിയുണ്ട്. നമ്മളെ ബലപ്പെടുത്തുന്നതും നമ്മളെ നിർത്തുന്നതും എല്ലാം ദൈവവചനമാണ്. നമ്മൾ ദൈവത്തിന് ഇന്ന് രാവിലെ ജസ്റ്റും പറഞ്ഞതുപോലെ വചനം ഭക്ഷിക്കണം. ഓരോ ദിവസവും ഭക്ഷിക്കണം. ഓരോ ദിവസവും നമ്മൾ എടുക്കണം വചനം. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ ഞങ്ങൾ പോയപ്പം അവിടെ ഒരു ദൈവദാസൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അരികിലൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുക. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ടല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക? കഴിക്കാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിങ്ങനെ അങ്ങ് ഫീഡ് ചെയ്യുക അല്ലേ? 2 ദിവസം കുഞ്ഞുങ്ങൾ കഴിക്കുന്നില്ലെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വിഷമമുണ്ടോ? ഉണ്ടോ? വിഷമമുണ്ട് അല്ലേ? നിങ്ങളുടെ കുഞ്ഞ് 2 ദിവസം ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടനെ കാരണം അന്വേഷിക്കും. അയ്യോ ഇവ എന്താ കഴിക്കാതെ? പിന്നെ GP വിളിക്കും. 2 ദിവസം കഴിക്കാതിരുന്നാൽ മതി. ഈ നിങ്ങളുടെ ഫിസിക്കലി നിങ്ങളുടെ ഈ കുഞ്ഞ് 2 ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഭാരം ഉണ്ടെങ്കിൽ സ്പിരിച്വൽ ഫുഡ് നിങ്ങൾ കഴിച്ചെങ്കിൽ അപ്പൻ എത്ര ദുഃഖമുണ്ട് ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് ഡെയിലി നമ്മൾ ഭക്ഷിക്കണം, വചനം കഴിക്കണം, വചനം ഭക്ഷിക്കണം. ഹല്ലേലൂയ. അത് നമ്മുടെ ജീവിതത്തിന് ഉത്തേജനമാണ്, ദൈവത്തിന് ശക്തിയാണ്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമാണ്. ആകയാൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ച നമ്മുടെ ഈ മാസത്തെ തീമിനോടുള്ള ബന്ധത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് വിഷയം? Turn your failures into success. ഓക്കെ, 2 ആഴ്ചയിൽ 2 മെസ്സേജുകൾ ചിന്തിച്ചു. 2 ആഴ്ചയിലും 2 പരാജയപ്പെട്ട 2 വ്യക്തി ജീവിതങ്ങളാണ് നമ്മൾ ചിന്തിപ്പാനിടയായത്. ആരുടെയൊക്കെ ലൈഫായിരുന്നു? ലോത്തിൻ്റെ ലൈഫും ശൗലിൻ്റെ ലൈഫും. ഇവരുടെ 2 ജീവിതവും ഹല്ലേലൂയ നല്ല തുടക്കമായിരുന്നു. പക്ഷേ ഒടുക്കം എത്ര ശോചനീയമായി എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി. ഇന്ന് പകൽക്കാലം നമ്മൾ സ്തോത്രം ഹല്ലേലൂയ ഈ 2 കാര്യങ്ങളെക്കാൾ ഉപരി ജീവിതത്തിൽ ഒത്തിരി പരിമിതികളുണ്ടെങ്കിലും പരാജയങ്ങളുണ്ടെങ്കിലും അവരുടെ പരാജയത്തെ ജയമാക്കി മാറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. തിരുവചനം പഠിക്കുമ്പോൾ അങ്ങനെയുള്ളവരുടെ ചരിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒത്തിരി പരാജയങ്ങളുടെയും ബലഹീനതകളുടെയും പരിമിതികളുടെയും മധ്യത്തിൽ അതിനെ ജയമാക്കി മാറ്റുവാൻ അവർ കാണിച്ച താല്പര്യങ്ങൾ അവരെ വിജയത്തിലേക്ക് നയിച്ച പല വ്യക്തികളെയും നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. എനിക്ക് സമയങ്ങൾ ഓരോരുത്തരെ കുറിച്ച് പ്രസംഗിച്ചു പോകാനുള്ള സമയമില്ല. എങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ സ്തോത്രം, യാക്കോബിൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു, എന്നാൽ അവൻ ജയമാക്കി മാറ്റി. സ്തോത്രം. മോശയുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടായിരുന്നു, ആ പരാജയങ്ങളെല്ലാം മോശ ജയമാക്കി മാറ്റി. പത്രോസിൻ്റെ ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങളുണ്ടായിരുന്നു, പത്രോസിൻ്റെ ജീവിതത്തെയും പരാജയങ്ങളെ പത്രോസ് ജയമാക്കി മാറ്റി. ഇവരെല്ലാം അവരുടെ പരാജയത്തെ ജയമാക്കി മാറ്റിയവരാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ജീവിതത്തിൽ ഒത്തിരി പരിമിതികളും പരാജയങ്ങളും അല്ല സ്തോത്രം പോരായ്മകളും ഉണ്ടായിട്ടും അതിനെ ജയമാക്കി മാറ്റിയ ഒരു വ്യക്തിത്വത്തെക്കുറിച്ച്, ഒരു ന്യായാധിപനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ അത് മറ്റാരുമല്ല, ഗിദെയോൻ എന്ന് പറയുന്ന ഒരു ന്യായാധിപനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിനെ അടിസ്ഥാനമാക്കി സ്തോത്രം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്കാണ് കണ്ടുവരുന്നത്, 6-ാം അധ്യായം മുതൽ. ഹല്ലേലൂയ. ആ വാക്യത്തിൽ നിങ്ങൾ ആ ഭാഗം എടുത്താൽ മതി. സ്തോത്രം. ഇപ്പോൾ ഇരുന്ന് ആരും വായിക്കരുത്, ഞാൻ പറയുമ്പോൾ മാത്രം. അപ്പോൾ ഈ ഗിദെയോന്റെ ചരിത്രം 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെയാണ് അധ്യായങ്ങളിലാണ് ഗിദെയോന്റെ ചരിത്രം കിടക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചാൽ പ്രാരംഭത്തിൽ ഗിദെയോൻ ആരാണ്? സ്തോത്രം. നമ്മുടെ ടൈറ്റിൽ ഇതാണ്, ഗിദെയോൻസ് ക്യാരക്ടർ ആൻഡ് സ്പിരിച്വൽ സക്സസ്. ആത്മീയ ജീവിതം, അവൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്തായിരുന്നു, എങ്ങനെയാണ് അവൻ്റെ സ്വഭാവം, എന്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ വിജയം. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത് ഏറ്റെടുത്ത് നമ്മുടെ ജീവിതം എവിടെയൊക്കെ പരാജയങ്ങളുണ്ടെങ്കിൽ അതിനെ ജയമാക്കി മാറ്റുവാനുള്ളതായ ഉത്തേജനങ്ങളാണ് ഇതിൽ കൂടെ കർത്താവ് നമുക്ക് നൽകി തരുന്നത്. അപ്പോൾ ആരാണ് ഈ ഗിദെയോൻ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്നാമതായി അതിൻ്റെ 6-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ ഗിദെയോനെ കുറിച്ച് ചെറിയൊരു വിവരണം കാണാൻ കഴിയുന്നുണ്ട്. 11-ാം വാക്യം മുതലാണ് ഗിദെയോന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 11-ാം വാക്യം എന്ന് വായിച്ചേ. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബീസ്രനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. അവന്റെ മകനായ ഗിദെയോൻ കോതമ്പ് മിദ്യാന്യരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഓക്കെ, മതി. അപ്പോൾ ഇവിടെ ഗിദെയോനെ കുറിച്ച് കാണുന്ന ഒഫ്രയിൽ ഉള്ള ഒരു ഇസ്രായേലിനായ യോവാസിന്റെ മകനാണ് ഗിദെയോൻ അല്ലെ. മനശ്ശെ ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. ഗിദെയോന്റെ കുടുംബം സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സമ്പന്ന കുടുംബമൊന്നുമില്ലായിരുന്നു. അദ്ദേഹം ഒരു
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഗിദെയോൻ ഒരു കൃഷിക്കാരനായിരുന്നു, അല്ലേ? ഒരു കൃഷിക്കാരനായിരുന്നു. കാരണം അതുകൊണ്ടാണല്ലോ അവൻ ഗോതമ്പൊക്കെ മെതിക്കുന്നത്. അപ്പോൾ ഒരു കൃഷി ജോലിയിൽ ഇടപെട്ട അത് കീപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഗിദെയോൻ. ഓക്കെ, അപ്പോൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ സ്തോത്രം, ഒരു കൃഷിക്കാരനായി മാത്രം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ഗിദെയോൻ. അപ്പോൾ ഒരു കൃഷിക്കാരൻ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് തനിക്ക് ഒന്നും തന്നെ ചിന്തിക്കാൻ കഴിയുന്നില്ല, മറ്റൊന്ന് ചിന്തിക്കാൻ തനിക്ക് കഴിയുമായിരുന്നില്ല. ഹി നെവർ ഹാഡ് എ പൊളിറ്റിക്കൽ അംബിഷൻ ഓർ ബിക്കം എ മിലിറ്ററി ലീഡർ. ഇങ്ങനൊന്നും ആകുമെന്നൊന്നും ആകണമെന്നൊന്നും ഒരാഗ്രഹവും ആർക്കില്ലായിരുന്നു? ഗിദെയോനില്ലായിരുന്നു. ഗിദെയോന്റെ ചരിത്രം അതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്നിട്ടും ദൈവത്തിന് ഗിദെയോനെ കുറിച്ച് മറ്റൊരു പദ്ധതിയായിരുന്നു. സ്തോത്രം. യവന്റെ ഉദ്ദേശം ഇവിടെ കൊണ്ട് ഒതുങ്ങിക്കൂടാൻ ശ്രമിച്ചപ്പോൾ ഗിദെയോന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് മറ്റൊരു പദ്ധതിയായിരുന്നു. സ്തോത്രം. അപ്പോൾ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ചില പരിമിതികൾ ഒതുങ്ങി നിൽക്കുമ്പോൾ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വളരെ വ്യത്യസ്തമാണ്. ആമേൻ. ദൈവം നമ്മയൊക്കെ തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഇവിടെ ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തത്, ഗിദെയോൻ സംതിങ് ഒരു സൂപ്പർ ഹീറോ ആയിട്ടൊന്നുമല്ല. അവനെക്കുറിച്ച് നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അവന്റെ ചരിത്രം. അപ്പോൾ ഒന്നുമില്ലാത്ത ഗിദെയോനെ സംതിങ് ഗ്രേറ്റ് ആക്കി മാറ്റിയത് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്. ആമേൻ. God doesn't use people because they are special. They are special because God used them. ആമേൻ. ദൈവം ചിലരെ സ്പെഷ്യൽ ക്യാരക്ടർ, സ്പെഷ്യൽ ആയിട്ടുള്ളവരെ, എബിലിറ്റി ഉള്ളവരെ തെരഞ്ഞെടുക്കുകയല്ല. ഒന്നുമില്ലാത്തവനെ ദൈവം ഉപയോഗിക്കുമ്പോൾ അവൻ സ്പെഷ്യലായി മാറപ്പെടുകയാണ്. ആമേൻ. നമ്മൾ ഓരോരുത്തരും സ്പെഷ്യലായി തീർന്നത് ദൈവത്തിന്, അല്ലെങ്കിൽ വ്യത്യസ്തരായി തീർന്നത്, സ്തോത്രം, നമ്മുടെ സ്പെഷ്യാലിറ്റി കൊണ്ടൊന്നോ നമ്മുടെ കഴിവുകൾ കൊണ്ടൊന്നുമല്ല. ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ടാണ് നമ്മൾ ചിലരൊക്കെ ആയി തീർന്നത്. ആമേൻ. ഒന്നുകൂടെ പറയാം, God doesn't use the people because they are special. They are special because God used them. ആമേൻ. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പത്രോസ് വളരെ സ്പെഷ്യലായ ഒരു മനുഷ്യനായി. തിരുവചനം പഠിക്കുമ്പോൾ, പുതിയ നിയമം പഠിക്കുമ്പോൾ, പുതിയ നിയമ സഭയിൽ പത്രോസ് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണ് പത്രോസ് അറിയപ്പെടുന്ന വ്യക്തിയായി മാറിയത്? താൻ എന്തോ സ്പെഷ്യൽ ആയതുകൊണ്ടൊന്നുമല്ല. അവൻ സാധാരണ ഒരു മുഖവനായിരുന്നു. ഒരു സ്പെഷ്യാലിറ്റിയും എടുത്തു പറയത്തക്കവണ്ണം ഒരു ക്വാളിറ്റിയും അവനില്ലായിരുന്നു. പക്ഷേ ദൈവം അവനെ തെരഞ്ഞെടുത്തത് കൊണ്ട് അവൻ സംതിങ് സ്പെഷ്യലായി മാറി. പേടിത്തൊണ്ടനായ ഗിദെയോനെ ദൈവം തെരഞ്ഞെടുത്തപ്പോഴാ അവൻ മൈറ്റി വാരിയറായി മാറിയത്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം, വ്യക്തമായി മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരെയും ദൈവം ഓരോ മണ്ഡലങ്ങളിൽ കൊണ്ടെത്തിച്ചത് നമ്മൾ സംതിങ് സ്പെഷ്യൽ ആയിട്ടല്ല, മറിച്ച് നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടാൽ ഒന്നുമില്ലാത്ത നിന്നെ സ്പെഷ്യലാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആര് സീറോയാണോ അവനെ ആ ദൈവം ഹീറോ ആക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഞാൻ എന്തോ ആയിട്ടല്ല ഇന്ന് പകൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഞാൻ ഒന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോഴാ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടത് കൊണ്ടാ ഇന്ന് പകൽ ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കഴിവുകൾ, ഇതൊക്കെ നിങ്ങളുടേതായ ഗ്രേറ്റ്നെസ് കൊണ്ടല്ല, മറിച്ച് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നത് കൊണ്ടാ നിങ്ങൾ അങ്ങനെ ആയിത്തീരുന്നത്. ഇവിടെ ഗിദെയോന്റെ ലൈഫ് അതാ നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇനി നമ്മൾ താഴോട്ട് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, അവനെ ദൈവം, സ്തോത്രം, ദൈവം അവനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു മണ്ഡലം കാണാൻ കഴിയുന്നുണ്ട്. ആമേൻ. മിദ്യാനുടെ, ഇവിടെ താഴോട്ട് വായിക്കുക ഇങ്ങനെയാണെന്ന്, മിദ്യാനുടെ കയ്യിൽ നിന്നും നീ ഇസ്രായേലിനെ മിദ്യാന്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. അവിടെ മിദ്യാനുടെ കയ്യിൽ നിന്നും തന്റെ ജനമായ ഇസ്രായേലിനെ വിടുവിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയാ ഗിദെയോൻ, അല്ലേ? സ്തോത്രം. അപ്പൊ അതിനു മുൻപ് 6-ാം അധ്യായത്തിന്റെ ചരിത്രം നമ്മൾ ചിന്തിച്ചാൽ, ദൈവത്തിൽ നിന്നും അന്യപ്പെട്ടുപോയ ജനം, സ്തോത്രം, ദൈവത്തിൽ നിന്നും അകന്നുപോയ ജനം, ദൈവത്തിന് വിരോധമായി ജനം പ്രവർത്തിച്ചത് കൊണ്ട് ഈ ജനത്തെ ദൈവം മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അതാ 5-ാം അധ്യായത്തിന്റെ ചരിത്രം കൊണ്ട് ഒന്ന് അവസാനിക്കുന്നത്. സ്തോത്രം. അതിനു മുൻപേ
ഏതാണ്ട് 40 വർഷം ജനത്തിന് സ്വസ്ഥതയുണ്ടായിരുന്നു. എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവം മിദ്യാനിയുടെ കയ്യിൽ അവരെ ഏൽപ്പിച്ചു. അങ്ങനെ 7 വർഷം ജനം മിദ്യാന്യരുടെ അടിമത്തത്തിൽ കഴിയുക. സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, ആ പ്രാരംഭ ഭാഗങ്ങളിൽ കഴിയും, മിദ്യാനിയർ ഇസ്രായേലിന്മേൽ എന്ത് ചെയ്തു? ആധിക്യം പ്രാപിച്ചു. അങ്ങനെയല്ലേ വായിക്കുന്നത്? മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇപ്പോൾ ചുരുക്കത്തിൽ ഇസ്രായേൽ ജനം അവിടെ കഴിയുന്നത് പേടിച്ചാ കഴിയുന്നത്. അവരുടെ സകല സ്വസ്ഥതയും പോയി, അല്ലേ? സ്തോത്രം. അവിടെ കാണുന്നത് എങ്ങനെയാണ്? ഇസ്രായേൽ വിതയ്ക്കും. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയം ഇറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. മതിക്കും. ശ്രദ്ധിച്ചേ, ഇവിടെ ജനം പേടിച്ചു കഴിയുക. ഇസ്രായേൽ വിതയ്ക്കും, അവർ വളർത്തും. എന്നാൽ വിളവിന്റെ സമയമാകുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും ഒരുപോലെ വന്ന് ഈ വിളവുകൾ നശിപ്പിക്കുകയോ വിളവുകൾ കൊണ്ടുപോവുകയോ ചെയ്യും. ചുരുക്കത്തിൽ സ്തോത്രം, ഇസ്രായേൽ മക്കൾക്ക് ആഹാരമോ ആടോ മാടോ ഒന്നും ശേഷിക്കാതെ സകലത്തെയും ഈ മിദ്യാനിയ ശത്രു കവർന്നു കളയുക. സത്യ ദൈവമക്കളെ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എപ്പോഴും പല കുടുംബങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഒത്തിരി കുടുംബങ്ങൾ ഇന്ന് ദുഃഖത്തിലായിരിക്കുന്നതിന്റെ കാരണമൊന്നല്ല, അവർ പ്രതീക്ഷയോടെ നട്ടു, പ്രതീക്ഷയോടെ വളർത്തി, പാകമായപ്പോൾ മിദ്യാനിയ ശത്രു വന്ന് നശിപ്പിച്ചു, അവരെ കവർന്നു കൊണ്ടുപോയി. അങ്ങനെ തലമുറകളെ കവർന്നു കൊണ്ടുപോയ എത്രയോ കുടുംബങ്ങൾ ഇന്നും ഇസ്രായേൽ ജനം സ്വസ്ഥത നഷ്ടപ്പെട്ടതുപോലെ സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ ദേശത്തിലുണ്ട്. സ്തോത്രം. കാരണം മറ്റൊന്നുമല്ല, ശത്രുവായവൻ തലമുറകളെ കവർന്നു കളഞ്ഞു. അപ്പോൾ ഈ ഓരോ ദിവസവും ഇവിടെ ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ ജനം അല്ലെങ്കിൽ ഇസ്രായേൽ ജനം ഓരോ ദിവസവും ക്ഷയിച്ചു കൊണ്ടിരിക്കുക. അവരെങ്ങനെ വരുന്നറിയാമോ? അതിന്റെ 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ വെട്ടിക്കിളി പോലെ വരും, അല്ലേ? അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. വെട്ടിക്കിളി പോലെ കൂട്ടമായി വരും. മിദ്യാനിയർ ഇസ്രായേലിന്റെ സകലത്തെയും കവർന്നു കളഞ്ഞു, കവർന്ന് നശിപ്പിച്ചു, അല്ലേ? അതിന്റെ 4-ാം വാക്യം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ വിതയ്ക്കും, നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. ഒന്നും ശേഷിപ്പിക്കാതെ സകലത്തെയും കവർന്നു കളയുന്ന ഒരു ശത്രു. ആമേൻ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കുടുംബങ്ങളുടെ സ്ഥിതി പ്രതീക്ഷയോടെ നട്ടു വളർത്തി കൊണ്ടുവരുമ്പോൾ പിശാചായ ശത്രു കവർന്നു കളയുന്ന ഒരു മണ്ഡലം. ആമേൻ. സ്തോത്രം. അപ്പോ ഈ ഒരു സാഹചര്യമാ എന്തുകൊണ്ടാണ് ഇവിടെ സംഭവിച്ചത്? ഇസ്രായേലിന് ദെബോരയുടെ നേതൃത്വത്തിൽ കനാന്യ രാജാവായ യാബീനെയും അവന്റെ സേനാധിപതിയായ സീസറിനെയും കയ്യിൽ നിന്ന് ദെബോര ഈ ജനത്തെ വിടുവിച്ചു. അതിനുശേഷം ഏതാണ്ട് 40 വർഷം ഈ ജനത്തിന് സ്വസ്ഥതയുണ്ടായിരുന്നു. അപ്പോൾ 40 വർഷം സ്വസ്ഥതയോടെ ജീവിച്ച ഈ 40 വർഷം ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം സുഖകരമായ അനുഭവമാണ്. അവർക്ക് നഷ്ടപ്പെടാനില്ല, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എവറിത്തിങ് ഇസ് ദെയർ. നല്ല ജോലി, നല്ല സമ്പത്ത്, കൃഷി, എല്ലാവിധമായ അല്ലെങ്കിൽ സ്വസ്ഥത, നല്ല സ്വസ്ഥതയോടെ ജീവിക്കാൻ, നന്നായി ജീവിക്കുന്ന ഒരു കാലം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ബിസിനസ്സൊക്കെ നന്നായി പോകുന്നു, ഫെയിലിയേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കാലം വന്നപ്പോൾ ഇവർ സ്ലോലി പെയ്യെ ദൈവത്തിൽ നകന്നു. സ്തോത്രം. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള നഷ്ടമുഴും. അപ്പോൾ ദൈവത്തെ അവർ മറന്നു. ഇവിടെ അവർക്ക് ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരു നിലയിൽ അവർ എത്തിച്ചേർന്നു. They became a selfless. ഹല്ലേലൂയ. ആ ഒരു മണ്ഡലത്തിലേക്ക് അവർ എത്തിച്ചേർന്നു. ചുരുക്കത്തിൽ സാഹചര്യമെല്ലാം അനുകൂലമായി. ഇപ്പൊ കൃഷിയുണ്ട്, സമ്പത്തുണ്ട്, നന്മയുണ്ട്, ജോലിയുണ്ട്, ജീവിതത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ അവർക്ക് ആരെ വേണ്ട? ദൈവത്തെ വേണ്ടാത്ത നിലയിലേക്ക് വരിക. സ്തോത്രം. അപ്പൊ എപ്പോഴാ ഇത് സംഭവിക്കുന്നത്? ദൈവമക്കളുടെ ജീവിതത്തിൽ ഇത് തന്നെ സംഭവിക്കുന്നത്. എല്ലാം സ്മൂത്തായിട്ട് പോകുമ്പോൾ നമുക്കൊന്നിനും സമയമില്ലാതെ വരും. എല്ലാം നന്നായി പോകുമ്പോൾ ദൈവത്തെ വിളിക്കാൻ നമുക്ക് താല്പര്യം കുറയും. ഇത് ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിന്റെ പരാജയമാണ്. 40 വർഷം സ്വസ്ഥത അനുഭവിച്ച ജനമാ. ഈ 40 വർഷം എല്ലാം നന്നായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാ അവർ ദൈവത്തിൽ നകന്ന്. അങ്ങനെ വന്നപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം അവരെ എന്ത് ചെയ്തു? അവരെ ഏൽപ്പിച്ചു കൊടുത്തു. മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ശ്രദ്ധിക്കണേ, ദൈവത്തെ കൈവിട്ടാൽ ദൈവം നമ്മയും കൈവിടും. സ്തോത്രം.
ഇവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം കൈവിട്ടു. എപ്പോഴാ? ദൈവത്തെ വേണ്ടാതെ വന്നപ്പോൾ, ആത്മീകമായ കാര്യങ്ങൾ വേണ്ടാതെ വന്നപ്പോൾ, കൂട്ടായ്മകൾ വേണ്ടാതെ വന്നപ്പോൾ, ദൈവത്തോടുള്ള ബന്ധം വേണ്ടാതെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ, ദൈവം അവരെ കൈവിട്ടു. ആരെ ഏൽപ്പിച്ചു? മിദ്യാനി കയ്യിൽ ഏൽപ്പിപ്പാൻ ഇടയായി തീർന്നു. അപ്പോ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജനം യഹോവയ്ക്ക് അനിഷ്ടമുള്ളത് ചെയ്തു, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു. ഇപ്പൊ ദൈവം പറയുന്നേ അവർക്ക് കേൾക്കാൻ കഴിയത്തില്ല. ദൈവം പറയുന്ന വചനം അവർക്ക് അനിഷ്ടമാണ്, അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതൊക്കെ ബോറായി തോന്നും. അങ്ങനെയാണ് നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും. എല്ലാം നന്നായി പോകുമ്പോൾ ഇതെല്ലാം ബോറാ, എല്ലാം ശുഭമായിരിക്കുമ്പോൾ ഇതിനൊന്നും വലിയ പ്രസക്തിയില്ല. എന്നാൽ ഇല്ലാതെ വരുമ്പോഴാണ് ഇതിനു വേണ്ടി നാം ഓടാൻ തുടങ്ങുന്നത്. സ്തോത്രം. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഇവിടെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്: ഈ ദൈവത്തിന്റെ വാക്ക് അവർ കേട്ടില്ല, ദൈവത്തിന് അന്യപ്പെട്ടു. 7 മുതൽ ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്: ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്നു, മിസ്രയീമ്യരുടെ കയ്യിൽ നിന്നും നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ചു, അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു, അവരുടെ ദേശം നിങ്ങൾക്ക് തന്നു. യഹോവയായ ഞാൻ നിങ്ങളുടെ ദൈവമാകുന്നു എന്നും നിങ്ങൾ പാർക്കുന്ന ദേശത്തുള്ള അമോന്യരുടെ ദേവന്മാരെ ഭജിക്കരുതെന്നും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളോ എന്റെ വാക്ക് കേട്ടില്ല. ശ്രദ്ധിച്ചേ, ദൈവം അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് പറയുക. മിസ്രയീമെ അടിമത്തത്തിൽ ഞാൻ നിങ്ങളെ വിടുവിച്ചു, പാലും തേനും ഒഴുകുന്ന ദേശത്തിൽ കൂടെ, മരുഭൂമിയിൽ കൂടെ നിങ്ങൾക്ക് വേണ്ടുന്ന സകലതും നൽകി ഞങ്ങൾ നടത്തി. നീ മേഘസ്തംഭമായി അഗ്നിസ്തംഭമായി ഞാൻ നിങ്ങളോട് കൂടിയിരുന്നു. വഴിയില്ലാത്ത ചെങ്കടൽ നിങ്ങൾക്ക് വേണ്ടി വഴി തോർത്തു. നിന്റെ മുന്നിൽ നിന്ന് ഇസ്രായേൽ യെരിഹോവിന്റെ മതിലിനെ തകർത്ത് ദേശത്തെ അവകാശമാക്കുവാൻ ഞാൻ സഹായിച്ചു. ലിസ്റ്റ് പറയുക. എന്നിട്ട് പറയുക, നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് അതുമായി നിങ്ങൾ ഇഴുകിച്ചേരരുത്. സ്തോത്രം. എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. ശ്രദ്ധിച്ചേ, നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ശക്തി ഉണ്ടായിരുന്ന, ബലമുണ്ട്, ഞങ്ങൾക്കെല്ലാം കഴിയുമെന്ന് ചിന്തിച്ച ഇസ്രായേൽ ജനം ഓരോ ദിവസവും ക്ഷയിക്കാൻ തുടങ്ങി. ക്ഷയിക്കുന്നതിനനുസരിച്ച് ആര് പ്രബലപ്പെട്ടു? മിദ്യാനിയർ പ്രബലപ്പെട്ടു. അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ ജനം ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. എപ്പോൾ? ശത്രു പ്രബലപ്പെട്ടപ്പോൾ ഇസ്രായേൽ ക്ഷയിച്ചു. ഹല്ലേലൂയ. എപ്പോഴാ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ക്ഷീണം സംഭവിക്കുന്നറിയാമോ? പിശാച് ഓവർകം ചെയ്യുമ്പോഴാ, പിശാച് അതിന്മേൽ ജയിക്കുമ്പോഴാ. ഇന്ന് പകൽക്കാലം സ്തോത്രം, നമ്മുടെ ആത്മീയ ജീവിതം നാൾക്കുനാൾ വർദ്ധിക്കുകയാണോ അതോ ക്ഷയിക്കുകയാണോ? ക്ഷയിക്കുകയാണെങ്കിൽ ഓർത്തോണം, മറ്റൊരുവൻ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുക. പിശാച് പ്രബലപ്പെടുമ്പോൾ നമ്മൾ ക്ഷീണിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ശത്രു പ്രബലപ്പെട്ടു. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം നാൾക്കുനാൾ ക്ഷയിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ജനം ദൈവത്തോട് നിലവിളിക്കുക, അല്ലേ? സ്തോത്രം. ആമേൻ. ഇപ്പൊ 7-ാം വാക്യം ഒന്ന് വായിച്ചേ. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ. കണ്ടോ, ഇപ്പൊ ആര് നിലവിളിക്കുക? ഇസ്രായേൽ ജനം ഇപ്പോ ദൈവത്തോട് നിലവിളിക്കുക. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. സ്തോത്രം. പ്രശ്നം വരുമ്പോൾ നിലവിളിക്കുന്നതിനേക്കാൾ നല്ലത് പ്രശ്നം വരാതെ സൂക്ഷിക്കുന്നതല്ലേ? സ്തോത്രം. നിന്നെ ദൈവം കൈവിട്ടിട്ട് പിന്നെ കിടന്ന് അയ്യോ വിളിക്കുന്നതിനേക്കാൾ നല്ലത് നിനക്ക് നല്ല ആരോഗ്യം തരുമ്പോൾ, നല്ല ആയുസ് തരുമ്പോൾ, നല്ല അവസരങ്ങൾ തരുമ്പോൾ, നല്ല സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിനെ വിളിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, നീ ദുഃഖിക്കേണ്ടി വരത്തില്ല, നീ നിലവിളിക്കേണ്ടി വരത്തില്ല. ഇവിടെ ഇസ്രായേൽ ജനത്തിന് വന്ന പരാജയം, അവർ ദൈവത്തെ മറന്നു കളഞ്ഞത് കൊണ്ട്, അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ഇപ്പോൾ അവർ നിലവിളിക്കുക. പക്ഷേ ഇതൊന്നും അവർ നിലവിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. സ്വസ്ഥത നൽകി കൊടുത്ത സമയത്ത് ദൈവത്തെ വിളിച്ചവർ ജീവിച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് മിദ്യാന്യർ നിമിത്തം അവർ ക്ഷയിക്കത്തില്ലായിരുന്നു, അവർ നിലവിളിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ലായിരുന്നു. സ്തോത്രം. എന്നാൽ എന്താ സംഭവിച്ചത്? ഇപ്പോ ഇവർ നിലവിളിക്കാൻ തുടങ്ങി. ഇവർ നിലവിളിക്കുക. ആമേൻ.
അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ ഈ നിലവിളിയൊക്കെ ദൈവം കേട്ടു. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് സ്തോത്രം ദൈവം ഒരു ദൂതനെ ആരുടെ അരികെ അയക്കുന്നേ? ഗിദെയോന്റെ അരികെ അയക്കുന്നത്. ഇനി നമ്മൾ അവിടെ മുതലാ ചരിത്രം ആരംഭിക്കുന്നത്. അപ്പോ ഗിദെയോൻ ഈ സമയത്ത് എവിടാ? കരുവേലകത്തിന് കീഴ് മുന്തിരി ചക്കിനരികിൽ നിന്ന് മെതിക്ക് മിദ്യാനുടെ കയ്യിൽ പെടാതിരിപ്പാൻ ഗോതമ്പ് പോകുക അല്ലേ? സ്തോത്രം. അപ്പോ സാധാരണയായി ഈ ഗോതമ്പൊക്കെ മെതിക്കുന്നത് ഓപ്പൺ ഫീൽഡില. എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് മുന്തിരിച്ചക്കന്റെ അരികിൽ വെച്ച് വന്ന് ചെയ്യുന്നത് എന്താ കാരണം എന്ന് വെച്ചാൽ സ്തോത്രം അവനൊരു ഭയമാണ്. ഇനി നമുക്ക് ചിന്തിക്കാം, എന്തായിരുന്നു ഗിദെയോന്റെ ജീവിതത്തിൽ? പരാജയങ്ങൾ ഉണ്ടായിരുന്നു, പരിമിതികൾ ഉണ്ടായിരുന്നു, പോരായ്മകൾ ഉണ്ടായിരുന്നു. സ്തോത്രം. പല പോരായ്മകൾ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ശ്രദ്ധിക്കാം. രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചത് ഫെയിലിയേഴ്സ് ഓഫ് ഗിഡിയൻസ് ലൈഫ്. ഒന്ന്, ഹി വാസ് എ ഫിയർഫുൾ മാൻ. ഒരു പേടിത്തൊണ്ടനായിരുന്നു അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നു അവൻ മിദ്യാന്യരെ പേടിച്ച് അല്ലേ? അവന് ഒരു വിധത്തിൽ അല്പ ധൈര്യമുണ്ടെങ്കിലും അവൻ മിദ്യാനുടെ കയ്യിൽ പെടാതിരിക്കുവാൻ, ഭയം നിമിത്തം മുന്നേറുവാൻ, സ്തോത്രം ഹല്ലേലൂയ, പെടാതിരിക്കുവാൻ അവൻ എന്ത് ചെയ്യുക? സ്തോത്രം. അപ്പൊ അവന്റെ ഉള്ളിൽ ഒരു ഭയം, അവന്റെ ഒരു പോരായ്മയാണത്. അവനൊരു പേടിത്തൊണ്ടനായിരുന്നു. ജീവിതത്തിന്റെ അനുഭവം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ പലരുടെയും ജീവിതത്തിൽ ഒത്തിരി പേരെ പരാജയത്തിൽ കൊണ്ടെത്തിച്ചത് ഈ ഭയമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ ഭയന്ന് ഓടി, എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് മരിക്കാൻ ആഗ്രഹിച്ചു. ആരാന്നറിയാമോ? ഏലിയാവ്. അവൻ ഭയന്നു. ആ ഭയം അവന്റെ ജീവിതത്തിൽ ഒരു പരാജയമായിരുന്നു. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഇതിനകത്ത് ആരെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും അനുഭവങ്ങളെ നോക്കി പരാജയം അല്ലെങ്കിൽ ഭീതിയോടെ കഴിയുന്നെങ്കിൽ, ഭയത്തോടെ കഴിയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവാത്മാവിന് ഉറപ്പിക്കാനുള്ളത് നിങ്ങൾ ഭയപ്പെടേണ്ട എന്നുള്ള വാർത്തയാണ്. ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ പ്രോമിസ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ഭയം പിശാച് കൊണ്ടുവരും. ഓരോ നിമിഷവും പിശാച് നമ്മുടെ ഉള്ളിൽ ഭയം കൊണ്ടുവരും. പക്ഷെ ദൈവമക്കൾ ഭയക്കരുത്. ആമേൻ. ഈ ഭയം അവന്റെ ജീവിതത്തിലൊരു പരാജയമായിരുന്നു. നമ്മെ, സ്തോത്രം ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഭയം വരും അല്ലേ? ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങൾ, ജോലി പോകുമോ, രോഗം വരുമോ, വന്ന രോഗം എന്തായിത്തീരും, ജീവിതം എന്തായിത്തീരും, ഒത്തിരി ഭയത്തിനടിമയായി കഴിയുന്നവരുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഏതെങ്കിലും ഭയത്തിനടിമയായി അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിൽക്കുന്ന പ്രശ്നത്തിന്റെ മുന്നിൽ ഒരു ഫിയറോടുകൂടിയാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം ഭയത്തെ ജയമാക്കി മാറ്റാൻ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങട്ടെ. വചനം ഇങ്ങനെ കാണുന്നു, 365 പ്രാവശ്യവും ഓരോ ദിവസവും കർത്താവിന്റെ ആത്മാവിന് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത് ഭയപ്പെടേണ്ട എന്നുള്ള ധൈര്യത്തിന്റെ വാക്കാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഭയം എന്ന് പറയുന്നത് നിന്റെ പരാജയത്തിന് കാരണമായി തീരരുത്. സ്തോത്രം. ഇതവന്റെ ജീവിതത്തിൽ ഒരു പരാജയമായിരുന്നു. രണ്ടാമത്തെ അവന്റെ പരാജയമാണ്, he was a man who questioned. ദൈവത്തെ ചോദ്യം ചെയ്ത അല്ലെങ്കിൽ ഒരു ചോദ്യം ചെയ്ത മനുഷ്യനായിരുന്നു അല്ലേ? സ്തോത്രം. അതിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ, ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? മതി. ശ്രദ്ധിച്ചേ, അവൻ ചോദിക്കുക, ദൈവമേ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെയും ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. അതിന് തൊട്ട് താഴെ അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നുവെന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? എന്തിയ കർത്താവേ നിന്റെ അത്ഭുതം, നിന്റെ വിടുതല്, നിന്റെ സൗഖ്യം, എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? ഇതുപോലെ ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കർത്താവേ എൻ്റെ പ്രാർത്ഥന അല്ലേ? ജീവിതത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ എന്തുകൊണ്ടാ ഇങ്ങനെ സംഭവിക്കുന്നേ? സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പലപ്പോഴും ഈ ജനം ഇപ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ നീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ നിന്റെ അത്ഭുതങ്ങൾ എവിടെ? യഹോവ ഞങ്ങളെ ഉപേക്ഷിച്ചു. സ്തോത്രം. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇതാണ് ഗിദെയോൻ ചെയ്തത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട്? പക്ഷേ വാസ്തവത്തിൽ യവൻ ദൈവത്തോട് പറയാ, കർത്താവേ നീ ഞങ്ങളെ ഉപേക്ഷിച്ചു അല്ലേ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു. വാസ്തവത്തിൽ യഹോവ അവരെ ഉപേക്ഷിച്ചോ? ഇല്ല. പിന്നെ ആരാ ഉപേക്ഷിച്ചേ?
സ്ഥിതി നോക്കണം. ദൈവം അവരെ ഉപേക്ഷിച്ചിട്ടില്ല, പക്ഷെ അവർ ദൈവത്തെ ഉപേക്ഷിച്ചു. സ്തോത്രം. ഇന്ന് പൽക്കാലം ദൈവമക്കളെ, നമ്മൾ ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്താ കിട്ടാത്തെ? എൻ്റെ ഈ വിഷയത്തിന് പരിഹാരം കിട്ടാത്ത എന്താ? എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ നടക്കാത്തത് എന്താ? സ്തോത്രം. തിരിച്ചു ചോദിക്കണം, ഞാൻ എത്രമാത്രം ദൈവത്തോട് ജീവിക്കുന്നു? ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സം കർത്താവേ നീ കേൾക്കാതിരിക്കുന്നതാണോ അതോ എൻ്റെ ജീവിതമാണോ? എന്നിട്ടും നമ്മൾ ദൈവത്തോട് സ്റ്റിൽ വി ആർ ബ്ലെയിമിങ് ഗോഡ്. ഇപ്പോഴും ദൈവത്തോട് കർത്താവേ, എൻ്റെ പ്രാർത്ഥന ഞാൻ അനുഭവിക്കേണ്ടി വരുന്നത് എന്താ? എൻ്റെ കുടുംബത്തിൽ മാത്രമേ പ്രശ്നം എന്താ? Why? It's a big question. Actually, ദൈവം നമ്മെ ഉപേക്ഷിച്ചിട്ടല്ല. നിന്റെ അത്ഭുതങ്ങൾ അന്ന് ചെയ്തു, എന്താ ഇന്നില്ലാത്ത? നീ ഒത്തിരി പേരെ സൗഖ്യമാക്കിയിട്ടുണ്ട്, ഇന്നെന്താ സൗഖ്യമില്ലാത്ത? ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യമാ. പക്ഷേ ദൈവം ഉപേക്ഷിച്ചിട്ടല്ല, മറിച്ച് ദൈവത്തെ അവർ എന്ത് ചെയ്തു? ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. നമ്മൾ എന്തുകൊണ്ടാണ് ചോദിക്കുന്നതിന് മറുപടി കിട്ടാതിരിക്കുന്നത്? ദൈവം നമ്മളെ ഉപേക്ഷിച്ചിട്ടാണോ? അല്ല. പലപ്പോഴും നമ്മൾ ദൈവത്തോട്, കർത്താവ് എല്ലാവർക്കും ലഭിക്കുന്നത്, എനിക്ക് ലഭിക്കാത്ത എന്താ? എൻ്റെ ചോദ്യം, നീ എത്രയും കർത്താവിന് കൊടുത്തു? സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അതിലേക്ക് വരാം. അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം, ഹി വാസ് മാൻ ഓഫ് എക്സ്ക്യൂസസ്. 15-ാം വാക്യം. അവനവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. അവൻ ചോദിക്കുക, എങ്ങനെ ഞാൻ രക്ഷിക്കും? എന്റെ കുലം ചെറുതാ. ഫ്രം ലീസ്റ്റ് ട്രൈബ് ആൻഡ് വീക്കസ്റ്റ് ഫാമിലി. ഇത് തന്നെയാ മോശം പറഞ്ഞത്, അല്ലേ? എന്നെ കൊണ്ട് എങ്ങനെ കഴിയും? ഇറ്റ്സ് അനദർ ഫെയിലർ. 4-ാമത്തെ കാര്യം, ഹി വാസ് മാൻ ഓഫ് ഡൗട്ട്. അതിന്റെ 36, 37 ഇവിടെ വായിപ്പിക്കുന്നില്ല. സ്തോത്രം. ഇതും പറഞ്ഞിട്ട് അവൻ പറയാ, സ്തോത്രം, ഇതൊക്കെ വിശ്വസിക്കാൻ, കർത്താവ് ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പം ഗിദെയോന് വിശ്വസിക്കാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഹി വാസ് എ മാൻ ഓഫ് ഡൗട്ട്. അപ്പോ ഇതൊക്കെ ഗിദെയോന്റെ ലൈഫിന്റെ പരാജയമായിരുന്നു. ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, വാട്ട് മെയ്ഡ് ഹിം സക്സസ്? എന്താണ് അവനെ വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇത്രമാത്രം പരിമിതികൾ ഉണ്ടായിട്ടും, ഇത്രമാത്രം പോരായ്മകൾ ഉണ്ടായിട്ടും ദൈവം ഗിദെയോനെ ഒരു ജയാളിയുമാക്കി മാറ്റി. കർത്താവ് വന്നപ്പോൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഭീരുവായ, പേടിത്തൊണ്ടനായ അവനെ നോക്കി ഒരു വിളി വിളിച്ചു. എന്താ വിളിച്ചെന്നറിയാമോ? അല്ലയോ പരാക്രമശാലിയെ. ഓ, എന്റെ ചിന്തയിൽ ഗിദെയോൻ ഞെട്ടിക്കാണും. ഹല്ലേലൂയ. ഇന്ന് വരെ ഒരു സൈന്യത്തിന്റെ മുന്നിൽ, 4 പേരുടെ മുന്നിൽ നിൽക്കാത്ത എവരെ നോക്കി ദൈവം വിളിക്കുക, പരാക്രമശാലിയെ. സ്റ്റേജിൽ കയറാത്ത ഒരുവനെ പിടിച്ചോണ്ട് നീ ഇപ്പം ഇത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഭീതി ഒന്ന് ഓർത്ത് നോക്കി. എനിക്ക് അനുഭവമുണ്ട്. സ്തോത്രം. മണക്കാല ബയോകോളജി ആദ്യമായിട്ട് കയറി ചെന്ന്, സ്തോത്രം, ആദ്യത്തെ വർഷം കയറുമ്പോൾ സാക്ഷ്യം പറയണം. ചെന്ന് കഴിഞ്ഞാൽ ഓറിയന്റേഷൻ ടൈമിനാണ് സാക്ഷ്യം പറയണം. സ്തോത്രം. മുന്നിൽ കയറി വന്നാൽ, അവിടെ ജീവിതത്തിൽ സ്റ്റേജിൽ കയറിയിട്ടില്ലായിരുന്നു. ആ ഫ്രണ്ടിൽ കയറി വന്നിട്ട് പുൾപിറ്റ് ഉണ്ടായതുകൊണ്ട് എൻ്റെ മുട്ടടി ആരും കണ്ടില്ല. സ്തോത്രം. അത്രമാത്രം മുട്ടടിച്ചു, അത്രമാത്രം. ഒന്ന് സ്റ്റേജിൽ കയറാൻ അല്ലെങ്കിൽ ജീവിതത്തിൽ ഇത്രമാത്രം ഭയമുള്ളൊരു വ്യക്തി ഞാനായിരുന്നു. എനിക്ക് ആ കൂട്ടത്തിൽ പഠിച്ചത്. ഞാൻ പറഞ്ഞത്, സ്തോത്രം, നമ്മൾ ആ ഭയപ്പെടുന്ന ഒരുവന്റെ അരികെ വന്നിട്ട് കർത്താവ് വിളിക്കുക, മൈറ്റി വാരിയർ, പരാക്രമശാലിയെ എന്നാ വിളിച്ചത്. എന്താണ് ഗിദെയോനെ ജയിപ്പിക്കുവാൻ കാരണമായത്? ഗിദെയോന്റെ ജീവിതത്തിന്റെ ജയത്തിന്റെ രഹസ്യം. നമ്പർ 1, ഒന്നാമത്തെ കാര്യം, ഗിദെയോൻസ് എൻകൗണ്ടർ വിത്ത് ഗോഡ്. ദൈവമായിട്ടുള്ള അവന്റെ കണ്ടുമുട്ടൽ. നോക്കിക്കേ, സ്തോത്രം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ, ഹല്ലേലൂയ, നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ 12-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. Gideon's success begins not with his ability but with his divine encounter. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, ഒരുവനെ ജയിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? കർത്താവുമായിട്ടുള്ള ബന്ധമാണ്. ആമേൻ. കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷനിൽ ഒരു ജയം വേണോ? The first thing you must have a proper encounter with God. If you have an encounter with God, you will not be failed. You will be succeed in all areas of your life.
ഗിദെയോനെ ശക്തനാക്കിയത് ആ ദൈവവുമായിട്ടുള്ള അവന്റെ കണ്ടുമുട്ടലാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവവുമായിട്ടുള്ള കണ്ടുമുട്ടൽ അവനൊരു പുതിയ വ്യക്തിപ്രഭയാക്കി മാറ്റി. ദൈവത്തിന്റെ ദൂതൻ വരുമ്പോൾ അവൻ ഭയന്ന് ഭീരുവായി അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ടവൻ, ഹല്ലേലൂയ, ഒന്നുമില്ലാത്തവൻ. എന്നാൽ ദൈവം അവനെ വിളിക്കുന്നത് മൈറ്റി വാരിയർ, പരാക്രമശാലിയെ. സ്തോത്രം. ഇത് ഉൾക്കൊള്ളാൻ ഗിദെയോൻ അല്പം പ്രയാസമായിരുന്നു. എന്നാൽ when he encountered with the living God, he became hero from zero. ഇന്ന് പകൽക്കാലം ഓർത്തോണം, ഒരുവനെ ഹീറോയാക്കുന്നത് കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറിംഗ്. ഇതിനകത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യം ആവശ്യം, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ് ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിംഗ് ആണ്. ഇഫ് യു ഹാവ് എ പ്രോപ്പർ എൻകൗണ്ടറിംഗ് വിത്ത് ഗോഡ്, ഗോഡ് ക്യാൻ ചേഞ്ച് യുവർ ഐഡന്റിറ്റി, ഗോഡ് ക്യാൻ ചേഞ്ച് യുവർ സ്റ്റാറ്റസ്, ഗോഡ് ക്യാൻ ചേഞ്ച് യുവർ പൊസിഷൻ. അല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ സകലത്തെയും മാറ്റാൻ ദൈവത്തിന് കഴിയും. ഏറ്റവും ആവശ്യമായിരിക്കുന്നത് കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിംഗ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടൊരു എൻകൗണ്ടറിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൊസിഷനെ, നിങ്ങളുടെ സ്റ്റാറ്റസിനെ, നിങ്ങളുടെ ഐഡന്റിറ്റിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. ഗിദെയോനെ ഭയപ്പെട്ട ഗിദെയോനെ, ഒരു പലലിയ ഭീരുവായ ഗിദെയോനെ പരാക്രമശാലി ആക്കിയത് ദൈവമായിട്ടുള്ള അവൻ എൻകൗണ്ടറിംഗ് ആയിരുന്നു. ഹല്ലേലൂയ, എൻകൗണ്ടറിംഗ്, അവൻ ദൈവമായിട്ടുള്ള എൻകൗണ്ടറിംഗ്. ആമേൻ, സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിയേ, when he encountered with God, with the living God, it changed him, it changed his character, it changed his relationship with family. When God appeared, Gideon, he was hiding in fear. Kando, he felt unqualified, he saw himself as a weak. ഇതൊക്കെ ഒന്ന് നോക്കണം. അതായിരുന്നു ദൈവം അവന്റെ അരികെ ചെല്ലുമ്പോൾ അവനെ കണ്ടത്. ഹല്ലേലൂയ. എന്നാൽ ശ്രദ്ധിക്കണേ, ഒരുവന്റെ ജീവിതത്തെ വ്യതിയാനപ്പെടുന്നത് ഈ കണ്ടുമുട്ടലാ. ദൈവവുമായിട്ട് എൻകൗണ്ടറിംഗ് ഉണ്ടായാൽ, ഹല്ലേലൂയ, എന്ത് സംഭവിക്കും? എൻകൗണ്ടറിംഗ് ഉണ്ടായാൽ അവന്റെ ആറ്റിറ്റ്യൂഡ് മാറും, അവന്റെ സംസാരം മാറും, അവന്റെ ഇടപാടുകൾ മാറും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളും കുഞ്ഞുങ്ങളും തിരിച്ചറിയണം, if you have a proper encountering with God, it will change your character, it will change your attitude, it will change your way of looking, it will change your talk. ഇതെല്ലാം മാറ്റുന്നതാണ് ദൈവമായിട്ടൊരു എൻകൗണ്ടറിംഗ്. എന്നാൽ ഇന്നും നിങ്ങളുടെ സ്വഭാവത്തിന് വ്യതിയാനം വന്നില്ലെങ്കിൽ, നിങ്ങളുടെ നോട്ടത്തിന് വ്യതിയാനം വന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഇടപാടുകൾക്ക് വ്യതിയാനം വന്നില്ലെങ്കിൽ, that means still you don't have a proper encounter with God. വന്നിരിക്കുന്നു, ആരാധിക്കുന്നു, ഉണ്ടോ? ഉണ്ട്. അപ്പൻ്റെയും അമ്മയുടെയും കൂടെ അല്ലെങ്കിൽ സഭായോഗത്തിന് വരും. പക്ഷേ if you don't have a proper encounter with God, hallelujah, അതാണ് പരാജയം. ഇവിടെ ഗിദെയോന്റെ ജീവിതത്തിൽ അത് വന്നപ്പോൾ, സ്തോത്രം, നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, എല്ലാ വ്യക്തികളെയും ഹീറോയാക്കി മാറ്റിയത് കർത്താവുമായിട്ട് എൻകൗണ്ടറിംഗ്. സ്തോത്രം. ഒന്നുമില്ലാത്ത പേടിത്തൊണ്ടനായി, എന്നെ ആരും കാണരുത് പറഞ്ഞ് അത്തിയുടെ മേളിൽ കയറിയിരുന്ന സക്കായിയെ കർത്താവുമായിട്ട് എൻകൗണ്ടറിംഗ്. ക്രിസ്ത്യാനിറ്റിയെ മുടിച്ചുകൊണ്ട് ഓടി നടന്ന പൗലോസ് കർത്താവുമായിട്ട് എൻകൗണ്ടറിംഗ്. ചേഞ്ച്ഡ് ഹിസ് ലൈഫ്. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ആർക്കെങ്കിലും, അല്ലെ, ഞാൻ ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഒരു പ്രോപ്പർ എൻകൗണ്ടറിംഗ് ഉണ്ടായാൽ that will change your position, that will change your status, that will change your character. നമ്മുടെ ജീവിതത്തെ മാറ്റും. ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ, കർത്താവിന് വേണ്ടി എനിക്കൊരു ഹീറോയാകണം, കർത്താവിന് വേണ്ടി എനിക്കൊരു ഹീറോയാകണം, കർത്താവിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു? ഒന്നുമില്ലാത്ത ഭയപ്പെട്ട, അല്ല, സ്തോത്രം, ഗിദെയോനെ ദൈവം ഒരു ഹീറോയാക്കി മാറ്റിയെങ്കിൽ, ഒരു മൈറ്റി വാരിയറാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ഇതിനകത്ത് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ, ഐ നീഡ് എ പ്രോപ്പർ എൻകൗണ്ടർ വിത്ത് ഗോഡ്. എൻ്റെ ദൈവമായിട്ട് എനിക്ക് ഒരു എൻകൗണ്ടറിംഗ് ഉണ്ടാകണം. സ്തോത്രം. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം, രണ്ടാമത്തെ കാര്യം, he was a man who gives to God. സ്തോത്രം. അതിൻ്റെ 17 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, ദൈവത്തെ കണ്ട മാത്രയിൽ അവൻ പറയുക, എന്താ പറയുന്നേ? അതിന് അവൻ, നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന നീ തന്നെ എന്നതിന് ഒരു അടയാളം കാണിച്ചു തരണമേ. ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുൻപാകെ വെക്കുവോളം ഇവിടെ നിന്ന് പോകരുതേ എന്ന് അവനോട് പറഞ്ഞു. നീ മടങ്ങി വരുവോളം ഞാൻ താമസിക്കാമെന്ന് അവൻ അരുളി ചെയ്തു. അങ്ങനെ ഗിദെയോൻ ചെന്നൊരു കോലാട്ടുകുറ്റിയും ഒരു പറ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി, മാംസം ഒരു കുട്ടയിൽ വെച്ച് ചാറൊരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുൻപിൽ വെച്ചു.
അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട്, മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാറ് അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. ശ്രദ്ധിക്കേ, ഇവിടെ ദൈവത്തെ കണ്ട മാത്രമേ അവൻ ദൈവത്തോട് പറയുക. അവൻ അന്നേരം ദൈവമാണെന്ന് പറഞ്ഞില്ല, ദൈവത്തിന്റെ ദൂതനാണെന്നൊന്നും അറിഞ്ഞില്ല. ഒരു യജമാനൻ, ഒരു മനുഷ്യൻ എന്നേ അദ്ദേഹം ചിന്തിച്ചോളൂ. അതിനുശേഷമാ ഇത് ദൈവത്തിന്റെ ദൂതനാണ് തിരിച്ചറിയുന്നത്. ആ സമയത്ത് ഒന്നും അറിയാതെ വന്ന വ്യക്തിയോട് അവൻ പറയുക, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി എന്ത് ചെയ്യാം, ഒരു വഴിപാട്, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഒരു വഴിപാട് കൊണ്ടുവരട്ടെ. സ്തോത്രം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇത് വെറും വിലയില്ലാത്തൊരു വഴിപാടല്ല, എ കോസ്റ്റ്ലി ഓഫറിംഗ് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഫാമിൻ. ആ ജനം പട്ടിണി കഴിയുക. ശ്രദ്ധിക്കണം, ഇസ്രായേൽ ജനം മിദ്യാന്യർ നിമിത്തം ഞെരുങ്ങി, അവരുടെ വിളകളെല്ലാം പോയി കഷ്ടതയെ കഴിയുക. ആ സമയത്ത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് വേണ്ടി ഓഫർ ചെയ്യുന്നത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. ഇവിടെ വന്നിട്ട് യവൻ പറയുകയല്ല, ഏതായാലും നീ വന്നേയല്ലോ, എന്റെ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ട് പോയാൽ മതി എന്നല്ല പറയുന്നേ. അതിനേക്കാൾ ഉപരി പറയുക, നീ ഇവിടെ ഇരിക്ക്, ഞാൻ പോയിട്ട് വരാം. സ്തോത്രം. ഹി വാസ് റെഡി ടു ഗീവ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അങ്ങനെ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, യാക്കോബ്. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ദൈവത്തിന്റെ ദൂതം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ആവശ്യം ആദ്യം വേണ്ടുന്നത് എന്താണെന്നറിയാമോ? അനുഗ്രഹമാണ്. കർത്താവ് അനുഗ്രഹിച്ചു, പക്ഷെ അതോടുകൂടി ഒന്നും കൂടെ കൊടുത്തു. എന്താ? ഒരു മുടന്ത്. ജീവിതകാലം മൊത്തം പിന്നെ ഇങ്ങനെ നടക്കുന്നേ അല്ലേ? സ്തോത്രം. എന്താ കാരണം? അതാ കാര്യം. ഹല്ലേലൂയ. അപ്പോ ഇവിടെ യവൻ മുന്നമേ ചോദിക്കുന്നത്, പറയുന്നത് ദൈവത്തിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രശ്നത്തെ നേരെയാക്കിയിട്ട് പോയാൽ മതി എന്നല്ല. He didn't wait to be blessed, but he gave first. അനുഗ്രഹം പ്രാപിച്ചിട്ട് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം, അനുഗ്രഹം പ്രാപിച്ചിട്ട് കൊടുക്കാനിരിക്കുന്നവരാ. അനുഗ്രഹം ലഭിച്ചിട്ട് ശമ്പളം കിട്ടിയിട്ട് കൊടുക്കാനിരിക്കുന്നവരാ. ഗിദെയോൻ അങ്ങനല്ലായിരുന്നു. കിട്ടുന്നതിന് മുന്നേ നീ അവന് കൊടുത്തിട്ടാ ഇങ്ങോട്ട് മേടിക്കാതിരിക്കുന്നേ. നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടാ അങ്ങോട്ട് കൊടുക്കാതിരിക്കുന്നേ. ഇതാ വ്യത്യാസം. ഹല്ലേലൂയ. ഇവിടെ he gave first. അവൻ ആദ്യം അങ്ങോട്ട് കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. അവന്റെ ജയത്തിന്റെ അടുത്ത ലക്ഷണമാ, കൊടുത്തു ദൈവത്തിന് വേണ്ടി. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചേ, നമുക്കെല്ലാം ലഭിച്ചിട്ടും എല്ലാ കാര്യങ്ങള്, ഒരു മാസം വന്ന മോർഗേജ് അല്ലേ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് നീക്കിയിരിപ്പുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനല്ല, ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. മാസത്തിൻ്റെ ആദ്യം തന്നെ നിങ്ങളുടെ ദശാംശങ്ങൾ ദൈവസഭയെ കൊടുക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളെ അഭിനന്ദിക്കുന്നു ഞാൻ കാര്യത്തിൽ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ആമേൻ. കർത്താവിന് വേണ്ടി കൊടുക്കുക. നിങ്ങൾ നീക്കിയിരിപ്പല്ല കൊടുക്കുന്നത്, അതിനേക്കാൾ ഉപരി നിങ്ങൾ ആദ്യത്തെ കർത്താവിന് കൊടുക്കുന്നത്. ഇവിടെ ഗിദെയോൻ ചെയ്തത് തൻ്റെ ഫസ്റ്റ് ആദ്യം ദൈവസന്നിധിയിലേക്ക് കൊടുക്കുക. സ്തോത്രം, ഹല്ലേലൂയ. എന്നിട്ട് ഇവിടെ കാണുന്നത്, സ്തോത്രം, ഗിവിങ്. എന്താണ് ഈ ഗിവിങ് എന്ന് പറഞ്ഞാൽ? ഗിവിങ് ഈസ് എ സൈൻ ഓഫ് റെവറൻസ്. ശ്രദ്ധിക്കണം, ഗിവിങ് ഈസ് എ സൈൻ ഓഫ് റെവറൻസ്, സറണ്ടർ, ഫെയ്ത്ത്, ഹോണർ ടുവേഴ്സ് ഗോഡ്. ഓക്കെ, യു കാൻ ബി എ ഗ്രേറ്റ് സക്സസർ വിത്തൗട്ട് ബീങ് എ ഗിവർ. ഞാനൊന്നുകൂടെ പറയാം, യു കാൻ ബി എ ഗ്രേറ്റ് സക്സസർ ഇൻ ക്രിസ്ത്യൻ ലൈഫ് വിത്തൗട്ട് ബീങ് എ ഗിവർ. കൊടുക്കാത്തൊരുവന്, whether your talent, whether your money, physically or spiritually, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് കൊടുക്കാൻ മനസ്സില്ലാത്തവൻ ആത്മീക ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കത്തില്ല. ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പറയത്തില്ല, കർത്താവിന് സ്തോത്രം ചെയ്യേ, സ്തുതി പറയേ, സ്തോത്രം പറയേ എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, നിന്റെ സ്വയം മനസ്സുകൊണ്ട് നീ അർപ്പിക്കുന്നൊരു സ്തോത്രമുണ്ടല്ലോ, ഇറ്റ് ഈസ് എ ഗിവിങ് ടു ഗാഡ്. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഇതിനകത്ത് കയറിയാൽ, അല്ല നീ യാത്ര ചെയ്യുമ്പോൾ, നീ വണ്ടി ഓടിക്കുമ്പോൾ, അല്ല നീ ജോലി നിൽക്കുമ്പോൾ, ഗീവ് താങ്ക്സ്, കൊടുക്കുക കർത്താവിന്. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. ഇതിനകത്ത് വരുമ്പോൾ ദൈവമക്കളെ, സ്തോത്രം കൊടുക്കാൻ മടിക്കരുത്, സ്തുതി കൊടുക്കാൻ മടിക്കരുത്. ഇവിടെ ജനത്വം ദൈവം അല്ല, സ്തോത്രം അല്ല, അത് ദൈവത്തോടുള്ള നമ്മുടെ സറണ്ടറിങ് ആണ്, അത് ദൈവത്തോടുള്ള നമ്മുടെ ഹോണറിങ് ആണ്, ഇത് ദൈവത്തോടുള്ള നമ്മുടെ ഫെയ്ത്ത് ആണ്. സ്തോത്രം, ഹല്ലേലൂയ. സക്സസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് ഓൾവേസ് ഇൻവോൾവ് ഗിവിംഗ്. ആമേൻ. എന്ത് കൊടുക്കണം? യു നീഡ് ടു ഗിവ് യുവർ ടൈം, യു നീഡ് ടു ഗിവ് യുവർ tithe, you need to give your heart, you need to give your talents. ഇതെല്ലാം ദൈവത്തിന് കൊടുക്കേണ്ടതാണ്. സ്തോത്രം. നമ്മുടെ സമയം എത്രമാത്രം കർത്താവിന് കൊടുക്കുന്നുണ്ട്? നമ്മുടെ ആരോഗ്യം എത്രമാത്രം? നമ്മുടെ ആരോഗ്യം എന്തിനുള്ളതാ?
ടു ഗീവ് ഗോഡ് ഓർ ടു ഫോർ സംതിങ് എൽസ്. എന്തിനു വേണ്ടി നമ്മുടെ ആരോഗ്യം, കർത്താവ് നമുക്ക് നൽകിയ ആരോഗ്യം എന്തിനു വേണ്ടിയാണ് നാം വിനിയോഗിക്കുന്നത്? ആമേൻ. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അടുത്ത കാര്യം, സ്തോത്രം. അടുത്തത് ഗിഡിയോൺസ് ഒബീഡിയൻസ്. അതിന്റെ 27-ാം വാക്യം 25 മുതൽ വായിച്ചോ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയെ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ കൊണ്ടുചെന്ന് നിന്റെ അപ്പനുള്ള ബാലൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളക. ഈ ദുർഗത്തിന്റെ മുകളിൽ നിന്റെ ദൈവമായ യഹോവയ്ക്ക് നിയമപ്രകാരം ഒരു യാഗപീഠം പണിത് ആ രണ്ടാമത്തെ കാളയെ എടുത്ത് നീ വെട്ടിക്കളയുന്ന അശേര പ്രതിഷ്ഠയുടെ വിറക് കൊണ്ട് ഹോമയാഗം കഴിക്ക. ഗിദെയോൻ തന്റെ വേലക്കാരിൽ 10 പേരെ കൂട്ടി യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ശൗലിനെ കുറിച്ച് പറഞ്ഞു. ദൈവം കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ, അല്ലേ, കള്ളത്തരം പറഞ്ഞ ശൗല്. പ്രവാചകൻ വന്നവൻ പറയാ, ഓ കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ എല്ലാത്തിനെയും കൊന്നുകളഞ്ഞു, അല്ലേ എന്നാ പറഞ്ഞത്. എന്നാ ഇവിടെ പറഞ്ഞു നോക്കിയേ, ദൈവം കൽപ്പിച്ചതുപോലെ. ദൈവമക്കളെ, കർത്താവ് പറയുന്നത് നമ്മൾ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. ഇവനോട് പറഞ്ഞത് ചെറിയൊരു കാര്യമൊന്നുമല്ല. ഇറ്റ്സ് വെരി ബിഗ് ടാസ്ക് ആണ്. എന്താ ടാസ്ക്? അവന്റെ അപ്പന്റെ അപ്പോഴത്തേക്ക് ശ്രദ്ധിക്കണേ, ആ കാലം വന്നപ്പോഴത്തേക്ക് എല്ലാവരും അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. അവിടെ മിഥ്യാപൂജകളൊക്കെ ആരംഭിച്ചു, ബലിപീഠങ്ങളൊക്കെ ഉണ്ടാക്കി. ഇവരിപ്പോ ആരാധിക്കുന്ന ഇതിനെയാ, ഈ അപ്പൻ ഉൾപ്പെടെ. അപ്പൊ യവൻ ആ ഒരു കുടുംബത്തിൽപ്പെട്ടതാ. അപ്പൊ യവനോട് ദൈവം വന്ന് പറയാ, നീ എന്തോ ചെയ്യണം? അപ്പനുള്ള ചെറിയ കാര്യമൊന്നും അല്ല പറയുന്നത്, അല്ലേ? ബിഗ് ടാസ്ക് ആണ്. പക്ഷേ സ്തോത്രം, ഇറ്റ് വാസ് നോട്ട് എ ഈസി കമാൻഡ്. ദൈവമക്കളെ, നമുക്ക് ഈ ഈസി ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ അനുസരിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്താ ഇച്ചിരി ടാസ്ക് ഉള്ള, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത്രയും നാള് തൻ്റെ കുടുംബം ആരാധിച്ചു വന്ന ബലിപീഠത്തെ എന്ത് ചെയ്തു? എനിക്ക് സമയമില്ല, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുക. ഇവൻ അനുസരിച്ചു. ഹി വാസ് എ ഒബീഡിയന്റ് മാൻ. ഹി വാസ് ഒബീഡിയന്റ്. കർത്താവ് പറഞ്ഞതുപോലെ. അതിന്റെ 27-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. കൽപ്പിച്ചതുപോലെ ചെയ്തു. എന്ത് ചെയ്തു? ഹി ടിയർ ഡൗൺ ദ ആൾട്ടർ ഓഫ് ബാൽ. ആ ബാലിന്റെ സ്തോത്രം. Sometimes God asks us to tear down things in our life. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഉടച്ചു കളയും. ഇവിടെ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ദൈവം പറഞ്ഞത്, നീ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഇന്ന് വരെ നീ ഭജിച്ചു വരുന്ന, ഇന്ന് വരെ നിന്റെ കുടുംബം ആരാധിച്ചു വരുന്ന ബലിപീഠത്തെ ഇടിച്ചു തകർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുമ്പോൾ ദൈവമക്കളോട്, പുതിയ ദൈവസഭയോട് ദൈവത്തിന് പറയാനുള്ളത്, നമ്മൾ ഇന്നും ഉടയ്ക്കേണ്ട, തകർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ തകർക്കണം. എന്ത് തകർക്കണം? നമ്മുടെ ചില ഹാബിറ്റ്സ് ഉണ്ട്. ഹല്ലേലൂയ. You need to tear it down. അതിനെ തകർക്കണം. ബ്രേക്ക് ഇറ്റ് ഔട്ട്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ചില ഹല്ലേലൂയ റിലേഷൻഷിപ്പ്, ദൈവത്തിന്റെ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ബന്ധങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ബ്രേക്ക് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ഏതെങ്കിലും റോങ് റിലേഷൻഷിപ്പ്, ദൈവഗതമല്ലാത്ത ഏതെങ്കിലും ബന്ധങ്ങൾ നിങ്ങൾ താലോലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം. We need to obey what God is commanding to you. നിങ്ങൾ അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ഹല്ലേലൂയ. എന്നിട്ട് പറയാ, സ്തോത്രം, നിങ്ങളുടെ പ്രൈഡ്, നിങ്ങളുടെ അഹംഭാവം, ഞാൻ ഏതാണ്ടൊക്കെ ആണെന്നുള്ള പ്രൈഡൊക്കെ ഇടിക്കണം. You need to tear it out. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഏതെങ്കിലും പാപം നമ്മൾ ഇന്നും പിൻപറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം, ഏതെങ്കിലും വസ്തുതകൾ ഇന്ന് പകൽക്കാലം, ഇത് ആ ദൈവത്തിന് നിങ്ങളോട് കൽപ്പിക്കുവാനുള്ളത്. അവൻ്റെ സക്സസിന്റെ അടുത്ത ലക്ഷണമാണ് കർത്താവിനെ അനുസരിക്കുക. അവനെ അനുസരിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിജയം വേണോ? ഏതെങ്കിലും ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ ഇന്നും തകരാനുണ്ടെങ്കിൽ തകരാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഏതെങ്കിലും പിൻപറ്റുന്ന പാപം, ജയിക്കാൻ കഴിയാത്ത പാപം, മുന്നേറാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സ്വഭാവം, എനിക്ക് കഴിയുന്നില്ല, എൻ്റെ സ്വഭാവത്തെ അടക്കാൻ കഴിയുന്നില്ല, എൻ്റെ കോപത്തെ എനിക്ക് ജയിക്കാൻ കഴിയുന്നില്ല, എൻ്റെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങൾ എന്നെ ദൈവത്തിൽ നിന്ന് അന്യപ്പെടുന്ന ചിന്തയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ ഒന്ന് ഇടിക്കാൻ എത്ര പേര് തയ്യാറാകും? അതാണ് ഗിദെയോന്റെ ജീവിതത്തിലെ അടുത്ത വിജയത്തിന് ആവശ്യമായിരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. സക്സസ് കം ത്രൂ ദ ഒബീഡിയൻസ്. ഈവൻ ഒബീഡിയൻസ് ഈസ് കോസ്റ്റ്ലി. അനുസരണം എന്ന് പറയുന്നത് വിലയുള്ളതാണെങ്കിലും അത് അനുസരിക്കാൻ അവൻ തയ്യാറായി. അബ്രഹാമിനെ കുറിച്ച് ചിന്തിച്ചറിയാം, നോഹയെ കുറിച്ച് ചിന്തിച്ചറിയാം.
സ്തോത്രം. പത്രോസിനെ കുറിച്ച് ചിന്തിച്ചറിയാം. ഇവരെല്ലാം കർത്താവ് പറയുന്നത് അനുസരിച്ചവരാ, അതുകൊണ്ട് അവർ ജയിച്ചത്. വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. നാലാമത്തെ കാര്യം, Gideon was a man who feared the Lord. ദൈവത്തെ ഭയപ്പെട്ടവനാണ്. അതിന്റെ 22-ാം വാക്യം. യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യോ ദൈവമായ യഹോവേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. മതി, സ്തോത്രം. അവന്റെ ഭയം കണ്ടോ, ദൈവത്തെ. അപ്പോൾ ദൈവത്തിന്റെ ദൂതനോട് സംസാരിക്കുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ മരിച്ചു പോകുമെന്ന ഭയം അവന്റെ ഉള്ളിൽ വന്നു. ദൈവത്തിന്റെ ദൂതൻ പറയാൻ, നീ മരിക്കത്തില്ല. എന്തുകൊണ്ട് അവൻ ഭയന്നത്? സ്തോത്രം. ഞാൻ ഇതിലൊന്നും വിവരിക്കുന്നില്ല, നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. എന്തുകൊണ്ട് അവൻ ഭയന്നത്? സ്തോത്രം. ഒന്നാമത്തെ കാര്യം, he understood the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയെ തിരിച്ചറിവ യഥാർത്ഥമായ ദൈവത്തെ ഭയം എന്ന് പറയുന്നത്. ഇന്ന് അനേക കുടുംബങ്ങളിൽ, വ്യക്തികളിൽ ദൈവഭയം നഷ്ടപ്പെടുന്നതിന്റെ കാരണം എന്താ അറിയാമോ? ദൈവത്തിന്റെ പരിശുദ്ധിയെ കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാ. He realized the holiness of God. നമ്മുടെ ദൈവം എത്ര പരിശുദ്ധനാണെന്ന് തിരിച്ചറിവ ദൈവത്തിന്റെ ഭയം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, സ്തോത്രം, he took God seriously. ദൈവത്തെ എന്തുവാ അതിന് പറയുന്നേ? he took God seriously. വളരെ ഗൗരവമായി ദൈവത്തെ കണ്ടു. നമുക്കിന്ന് ദൈവത്തിന് ഒരു വിലയില്ലാത്ത നിലയിൽ ദൈവത്തെ കാണരുത്. സ്തോത്രം. Are you serious about God? Are you serious about the godly things? Are you serious about the godly fellowship? നിങ്ങൾ അതിന് സീരിയസ് ആണോ? സ്തോത്രം. നമ്മൾ സീരിയസ് ആണെങ്കിൽ ആ ദൈവഭയം ഉണ്ടാകും. ഈ ദൈവഭയം ഇല്ലാത്തത് കൊണ്ടാ ഇതൊന്നും നമുക്ക് നിസ്സാരമാ. കൂട്ടായ്മകൾ നിസ്സാരമാ, ദൈവികമായ കാര്യങ്ങൾ നിസ്സാരമാ, ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ നിസ്സാരമാ. Because we lose the seriousness. നമ്മുടെ ആ സീരിയസ്നെസ് ഒക്കെ പോയി. എന്താ ദൈവഭയം എന്ന് പറയുന്നത്? സ്തോത്രം. He understood the holiness of God. അപ്പോൾ എന്താണ് ദൈവഭയം എന്ന് പറയുന്നത്? ഇവിടെ ദൈവഭയം എന്ന് പറയുന്നത് ഒരു ടെറർ അല്ല, ഒരു ഭീകരത്വമല്ല. അത് മനസ്സിലാക്കണം. ദൈവഭയം എന്ന് പറയുന്നത്, what is the fear of God? What is the fear of God? എന്താ fear of God എന്ന് പറഞ്ഞാൽ? ദൈവഭയം എന്ന് പറഞ്ഞാൽ what is that fear? Very good. Okay. Yeah. What is fear? Fear എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി. It means deep reverence and respect to God. ദൈവത്തോടുള്ള അഭിമാനം. ഹല്ലേലൂയ. This kind of fear produce, എന്ത് ചെയ്യും? ദൈവ ഭയം ഉണ്ടെങ്കിൽ there will come humility, submission, worship, the right living. ഇതൊക്കെ ഉണ്ടാകുന്നത് ദൈവഭയത്തിൽ നിന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവസാനമായി ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. The presence of God. Next one. Okay. The presence of God was with him. Hallelujah. Okay. അഞ്ചാമത്തെ കാര്യം, the presence of God was with him. Amen. 6-ാം അധ്യായം 12-ാം വാക്യം. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. നിന്നോട് കൂടെയുണ്ട്. 34-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസരെ തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. അവൻ മനശ്ശെയിൽ എല്ലായിടവും ദൂതന്മാരെ അയച്ചു, അവരെയും തന്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. ആശേരിന്റെയും സെബൂലുവിന്റെയും നഫ്താലിയുടെ അടുക്കലും ദൂതന്മാരെ അയച്ചു. അവരും പുറപ്പെട്ടു വന്ന് അവരോട് ചേർന്നു. ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. Which words? Okay, 12. Okay. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണേ, ഇവിടെ പറഞ്ഞിരിക്കുന്നു the presence of God was with him. This is the most important part of Gideon's success. അവനോട് കൂടിയുള്ള ദൈവ സാന്നിധ്യമാണ് അവനെ വിജയമാക്കിയത്. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് ഇരിക്കുന്ന ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തെ സക്സസ് ആക്കുന്നത് നിങ്ങളോടൊപ്പമുള്ള ദൈവ സാന്നിധ്യം. Yeah, it is there. Hallelujah. The presence of God with Gideon. Amen. അവന്റെ മേൽ ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞപ്പോൾ നോക്കിക്കേ, when the spirit came upon him, the fear turned into courage. പേടിത്തൊണ്ടനായ ഗിദെയോൻ ആരായി മാറി? ധൈര്യമില്ലെങ്കിൽ അപ്പന്റെ ബലിപീഠത്തെ തകർക്കാൻ പറ്റുമോ? സ്തോത്രം. ചെറിയ കാര്യമല്ല. ദൈവം അത് ഉടയ്ക്കണമെന്ന് പറഞ്ഞാൽ പോയി ഉടയ്ക്കാൻ കാരണം അവന്റെ ആ ഫിയറിനെ
ധൈര്യമായി മാറിയത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം ആ ധൈര്യം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാരമ്പര്യം വിഷയമല്ല, സ്തോത്രം, സമൂഹം വിഷയമല്ല, അപ്പൻ്റെ ബലിയെന്ന് വിഷയമല്ല, കുടുംബത്തിൻ്റെ അല്ല ഏത് ബലിപീഠങ്ങളിൽ ആരാധിച്ചാലും, ഏത് അന്യദൈവത്തെ ആരാധിച്ചാലും ധൈര്യം അകത്തോട്ട് കയറിയാൽ ഇതിനെയൊക്കെ തച്ചുടയ്ക്കാനുള്ള ധൈര്യം അവന് ലഭിക്കുക. When the presence of God came, the fear turned to courage, the weakness turned to strength. ഇന്ന് പകൽക്കാലം ഓർത്തോണം, സ്തോത്രം. അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നു, a farmer became a warrior, a timid man became a leader. This all because of his success. അവൻ്റെ ജയമാണ്, അവനോടുള്ള ദൈവ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം തിരിച്ചറിയണം, ദൈവ സാന്നിധ്യമാണ് നിന്നെ ജയമാക്കി മാറ്റുന്നത്. കുടുംബത്തിൻ്റെ ജയം എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് വസിക്കുന്ന ദൈവ സാന്നിധ്യമാണ്. ഒരു സഭയുടെ ജയം എന്ന് പറയുന്നത് അവിടെ ഉണ്ടാകുന്ന ദൈവ സാന്നിധ്യമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുക. The spirit of the God came upon him. The success is not about our talent. The success is not about our plan. The success is about the God is being with you. എന്റെ കഴിവല്ല എന്നെ സക്സസ് ആക്കുന്നത്, നിന്റെ താലന്തല്ല നിന്നെ വിജയിപ്പിക്കുന്നത്, നിന്നോടൊപ്പമുള്ള ദൈവ സാന്നിധ്യമാ. നീ എത്ര കഴിവുള്ളവനാണെങ്കിലും എത്ര താലന്തുള്ളവനായാലും ദൈവ സാന്നിധ്യം നിന്നോടുണ്ടെങ്കിൽ, അല്ല നീ അമ്പേ പരാജയമാ. എന്നാൽ നിനക്ക് ഒരു കഴിവില്ലെങ്കിലും ഒരു ദൈവ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ നിന്നെ ജയിപ്പിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. The presence of God will change your life. The presence of God change your career. നിന്റെ ജീവിതത്തെ ആകമാനം മാറ്റുവാൻ കഴിവുള്ളതാ ദൈവ സാന്നിധ്യം. ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിൽക്കുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കും? ഈ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. ഈ ദൈവ സാന്നിധ്യം നിന്റെ ജീവിതത്തെ മാറും. ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു വാക്യം കൂടെ വായിച്ച് നിർത്താം. അതിൽ 28-ാം വാക്യത്തിൽ ഒരു വാക്യം പറയുന്നുണ്ട്, സ്തോത്രം. അതിന്റെ 8-ന്റെ വാക്യം, 8-ന്റെ ഇനി മേലിൽ 8-ന്റെ എന്നാൽ മിദ്യാൻ തലപൊക്കാതവനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിപ്പോയി. അങ്ങനെ ഇത്രയും സംഭവിച്ചു കഴിഞ്ഞപ്പോൾ മിദ്യാനിയർ തല പൊക്കാതെ വണ്ണം ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങി. ശത്രുവിന്റെ തല താഴ്ത്തി, ശത്രു അവന്റെ കാൽ കീഴടങ്ങി. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളോട് പറയാം, എവിടെയെങ്കിലും പിശാച് നിന്റെ മേൽ ജയം എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഇനി മേലിൽ നിന്നെ കഴിഞ്ഞ നാളുകളിൽ കീഴടക്കിയ ശത്രുവിന്റെ തലയെ കയറി നിൽക്കുന്ന പകൽക്കാലമാക്കി മാറ്റണം. ഹല്ലേലൂയ. ഏതെങ്കിലും ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ശത്രു നിന്നെ കീഴടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ അല്ലെ ശക്തിപ്പെടുത്തുകൊണ്ട് നിന്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യം, ഇനി ശത്രു നിന്നെ കീഴപ്പെടുത്തില്ല. നീ ശത്രുവിനെ കീഴടക്കും. ശത്രു അല്ല, സ്തോത്രം. ജയിക്കുന്നതിന്റെ മുന്നില ശത്രു പത്തി മടക്കുന്നത്, ജയിക്കുന്ന മുന്നില ശത്രുവിന് നിൽക്കാൻ കഴിയാത്തത്. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും മേഖലകളിൽ ശത്രു നിന്നെ പിൻപറ്റുന്നെങ്കിൽ, നിന്നെ തലമുറയെ പിൻപറ്റുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിനെ വിളിച്ചു പറയാ, ജയിക്കാൻ തയ്യാറാകാൻ. ശത്രു നിന്റെ കാൽ കീഴിൽ അമരും. കഴിഞ്ഞ നാളുകളിൽ ആധിക്യം പ്രാപിച്ച ശത്രുവിന്റെ മേല് ഗിദെയോൻ ജയം പ്രാപിച്ചപ്പോൾ അവിടെ പറയുന്നു, ഇന്ന് വരെ സ്തോത്രം മിദ്യാന്റെ ചെറിയ ശക്തിയല്ല, വലിയൊരു ശക്തിയാണ്. പക്ഷേ ഈ ശക്തി ഗിദെയോന്റെ കാൽ കീഴിൽ അമന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, മിദ്യാനർ തല പൊക്കാതെ വണ്ണം ശത്രു ഇസ്രായേൽ മക്കൾക്ക് കീഴടങ്ങിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഇനി ശത്രു തല പൊക്കാതെ നിന്റെ കാൽ കീഴടങ്ങുന്ന പകൽക്കാലമായി മാറാൻ പോകുക. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അല്ലേ, സ്തോത്രം, ജയിക്കുന്നവന് പാടാൻ കഴിയുന്നൊരു പാട്ടുണ്ടോ? ജയിക്കുന്നവന് പാട്ട് പാടാൻ കഴിയും. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ചങ്ങല കണ്ടപ്പോൾ മോശ പാട്ടുപാടി, കാരണം അവൻ ജയിച്ചു. ഹല്ലേലൂയ. അല്ലേ, സ്തോത്രം. ഇസ്രായേൽ മക്കളെ അല്ലേ വിടുവിച്ച ദെബോറ പാട്ടുപാടി, കാരണം ദെബോറ ജയിച്ചു. അങ്ങനെ ഇന്ന് പകൽക്കാലം ജയിക്കുന്നവന് ഒരു പാട്ടുണ്ട്, നമുക്കൊരു പാട്ടുണ്ട്. ജയിച്ചവർ ദൈവസേനയിൽ ഇന്ന് പകൽക്കാലം ജയിക്കാൻ താല്പര്യമുള്ളവർ എല്ലാവരും ദൈവസേനയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് യേശുവിന്റെ നാമത്തിൽ ഇനി ശത്രു ജയിക്കാതെ വണ്ണം, ശത്രു നിന്റെ മേൽ ആധിക്യം പ്രാപിക്കാതെ വണ്ണം നമുക്ക് പറയാൻ കഴിയണം, ജയം ജയം. ഹല്ലേലൂയ. ജയം ജയം. എപ്പോഴും നമുക്കൊരു ജയമുണ്ട്.